നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എൻ സ്വരാജ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക അദ്ദേഹത്തിന് കർഷക സംഘം കൈമാറിയിരിക്കുന്നു. പൊതുവെ താങ്കൾ സുമുഖനാണ്, ഇന്ന് ഇരട്ടി സുമുഖത, അങ്ങനെ പറയാമോ? അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോ മറ്റൊരാൾ സുമുഖനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സത്രയും സുന്ദരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ പാർട്ടി തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ പാർട്ടി ഒരു പ്രത്യേക ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അഭിമാനത്തോടെ അത് ഏറ്റെടുക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങളുടെ പിന്തുണയോടെ LDF-നെ വിജയത്തിലെത്തിക്കുന്നതിൽ ഒരു ഭാഗമാവാൻ എനിക്കും സാധിക്കുന്നു എന്നത് തീർച്ചയായും ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യം. ഒരു കാര്യം, ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമോ അതോ അൻവർ ഉയർത്തിയ നിലപാടിനുള്ള വിലയിരുത്തലായിരിക്കുമോ അവിടുത്തെ വിജയം? ഏത് തെരഞ്ഞെടുപ്പിലും ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ LDF-ന്റെ നിലപാട്, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളും ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമാവും. അപ്പോൾ അവിടെ അതിൽ ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടമായി കൂടെ മാറുകയില്ല, കേവലം രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് അൻവറുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായി LDF-ന്റെ ഈ പോരാട്ടം മാറില്ല? ഒരിക്കലും മാറില്ല. വ്യക്തിപരമായ ഏറ്റുമുട്ടലേ അല്ല ഇത്. ഗുസ്തിയൊന്നും അല്ലല്ലോ, തെരഞ്ഞെടുപ്പാണ്. രാജിവെച്ചതുകൊണ്ടാണ്. ആശയങ്ങൾ, നിലപാടുകൾ തമ്മിലുള്ളതാണ്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ മുൻ MLA-യുടെ കാര്യമാണെങ്കിലും UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണെങ്കിലും ഒക്കെ വ്യക്തിപരമായി ഇവരുമായി എല്ലാം സൗഹൃദമുള്ള ആളാണ് ഞാൻ. വ്യക്തിപരമായ ഒരു ശത്രുതയോ ഈർഷ്യയോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല. അതൊന്നും ആരോഗ്യകരമായ നിലയുമല്ല. ഞങ്ങളുടെ നിലപാടുകൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുമായി സംവദിക്കും. ആ നിലയിലാണ് ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി, ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ചിരുന്നത് ഇടതുപക്ഷം OLX-ൽ സ്ഥാനാർത്ഥിയെ തേടുകയാണെന്ന്. എന്താണ് അവർക്കുള്ള മറുപടി? സത്യത്തിൽ അത് മറുപടി അർഹിക്കുന്നേയില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും ആശയങ്ങൾ തമ്മിലുള്ള ഒരു സമരമാണ് വേണ്ടത്. വ്യത്യസ്തമായ ആശയങ്ങൾ ഏറ്റുമുട്ടുമ്പോഴാണ് തിളക്കം കൂടുക. ആശയങ്ങൾ, പരിഹാസം, അധിക്ഷേപം, പരദൂഷണം, ഭീഷണി, വെല്ലുവിളി, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടതാണ്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ നിലവാരം ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ആരാവണം എന്ന് തീരുമാനിക്കുന്നത് ആ മുന്നണിയാണ്. കേരളത്തിൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറ്റൊരു മുന്നണി ഇന്നയാൾ മത്സരിക്കണം എന്ന് പറയുന്നത്? അങ്ങനെയില്ല. അതൊരു പൊതു മര്യാദ പക്വതയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ മത്സരിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുകയാണ്. ഒരു നിലയിൽ നോക്കിയാൽ അതിൽ സന്തോഷമാണ്. കാരണം ഇവൻ മത്സരിക്കാൻ കൊള്ളരുതാത്ത ഒരുത്തനാണെന്നല്ല അവർ പറയുന്നത്, ഇയാൾ മത്സരിക്കണം എന്നാണ്. അപ്പൊ അവരുടെ കൂടി അംഗീകാരവും ആവശ്യവും എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞവരോട് ഞാൻ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥിയായിരിക്കുന്നു, നിങ്ങളിൽപ്പെട്ടവർക്കും പിന്തുണയ്ക്കാം. നമുക്ക് ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റിവെക്കാം. നാടിന്റെ വികസനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വിജയാശംസകളും.